ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Vinisdine. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സാബുദാന ഫ്രൂട്ടിയാണ്. അതിനായിട്ട് 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചൗവരി, സാബുദാന എന്ന് പറയുന്നത് ചൗവരിയാണ്. ചൗവരി നല്ല വൃത്തിയായി കഴുകിയെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 കപ്പ് ചൗവരിയുണ്ട്. അതിനി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ചൗവരി ഒരു 1/4 വേവായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചൗവരിക്ക് ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു ചെറിയ പിസ്ത കളറും കൂടെ കിട്ടും. അത് നല്ല ഭംഗിയുണ്ടാവും ചൗവരി നമ്മുടെ ഫ്രൂട്ടിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ. ഇനി ബാക്കി വേവും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നന്നായി ചൗവരി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഊറ്റിയതിന് ശേഷം തണുത്ത വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാല് തിളയ്ക്കാറായി വന്നു. ആ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്ത് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ പാല് നന്നായി തിളച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചു, സിമ്മിലാക്കി. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഫ്ലെയിം സിമ്മിലാക്കാനായിട്ട് മറക്കില്ല. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് പാല് തിളച്ച് വരട്ടെ. ഇപ്പം പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് തണുത്തതിന് ശേഷം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും തണുപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കസ്കസ് കുതിർത്തത് ചേർത്ത് കൊടുക്കുകയാണ്. സബ്ജ സീഡ്സ് കുതിർത്തത്. ഇനി നമുക്കതിലേക്ക് ഡ്രെയിൻ ചെയ്ത് കഴുകി വെച്ചിരുന്ന ചൗവരി ചേർത്ത് കൊടുക്കാം. വേണ്ട പിസ്ത എസൻസ് ചേർത്ത കാരണം നമ്മൾ ചൗവരിക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ ഈ മിൽക്കിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ. ആദ്യം ഒന്ന് കട്ടയൊക്കെ ആയിട്ടിരിക്കും, കുഴപ്പമൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് വരുമ്പോൾ സെപ്പറേറ്റ് ആയിക്കോളും. ഇനി നമുക്കതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്തൊക്കെ ഫ്രൂട്ട്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തത്. അതുപോലെ തന്നെ പഴം, പപ്പായ, ബ്ലാക്ക് ഗ്രേപ്സ്, പോമഗ്രാനൈറ്റ്, മാതള നാരങ്ങയുടെ അല്ലികൾ, ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തത്, ഇത് 2-3 ചെറി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ പിസ്താഷ്യൂ കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഏത് ഫ്രൂട്ടെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിനി ഒരു 3 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ, വേവിച്ച് വെച്ചിരുന്ന പൈനാപ്പിളാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാ ഫ്രൂട്ട്സും വേണമെന്നൊന്നുമില്ല, ഏത് ഫ്രൂട്ട്സാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി.
നമ്മുടെ സാബുദാന ഫ്രൂട്ടി ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണിത്. ഫ്രൂട്ട് കസ്റ്റർഡിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാൻ ഇനി അതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുവാണ്. ആ ചവ്വരിക്ക് ആ പിസ്ത എസൻസ് കൊടുത്ത കാരണം നമുക്ക് ഒരു ചെറിയ ഗ്രീൻ കളറിൽ അതിങ്ങനെ പേള് പോലെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെയാണ് അത് കഴിക്കാൻ വളരെ ഒരു ടേസ്റ്റാണ്. ഇനി നിങ്ങളുടെ അടുത്ത് പിസ്ത എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നില്ല. പിസ്ത എസൻസ് ചേർത്ത് കൊടുത്ത കാരണം അതിന് ചെറുതായിട്ടൊരു പിസ്തയുടെ ഫ്ലേവർ ഉണ്ടാവും. നോക്കിക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാബുദാന ഫ്രൂട്ടി ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.